സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടിയായി ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തെന്ന് IDF അവകാശവാദം ഉന്നയിച്ചു. അന്ത്യശാസന സമയം കഴിയും മുൻപാണ് ഇസ്രയേലിന്റെ പ്രകോപനം. വിവരങ്ങളുമായി MG രേണുക. രേണു, എല്ലാവരും കാത്തിരുന്നത് ഹമാസിന്റെ മറുപടി എന്താവും എന്നറിയാനാണ്. ഇസ്രയേൽ സ്വമേധയാ തന്നെ സമാധാനത്തിനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞപ്പോൾ, പക്ഷേ അതിനിടയിലാണിപ്പോൾ ഗാസ സിറ്റി പിടിച്ചെടുത്തുവെന്നും നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഒക്കെയുള്ള പ്രഖ്യാപനം. എന്താണിപ്പോൾ ഗാസയിൽ നടക്കുന്നത്? തീർച്ചയായും ശ്രീജ, വലിയ രീതിയിൽ സമാധാനം പുലരുമോ എന്ന പ്രതീക്ഷയോടുകൂടി ലോകം പശ്ചിമേഷ്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ട്രംപ് അനുവദിച്ച 72 മണിക്കൂർ സമയം തീരാൻ ഇനിയും ബാക്കിയുള്ളപ്പോഴാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവിടെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ. ഇപ്പോൾ നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തു എന്ന വിവരം ഇസ്രയേൽ പങ്കുവച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അവിടെ തുടരുന്ന മനുഷ്യർ എത്രയും വേഗം പുറത്തു പോകണമെന്നും ഇനി അവിടെ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ ഇനി തുടരുന്നവരെ ഒന്നുകിൽ ഭീകരരായോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കും എന്നതാണ് ഈ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വലിയ ഒരു തരത്തിലുള്ള ആക്രമണം അവിടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ്. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ നെറ്റ്സാരിം ഇടനാഴി ഇസ്രയേൽ പിടിച്ചെടുത്തതോടുകൂടി തെക്കുനിന്നും വടക്കോട്ടോ വടക്കു നിന്ന് തെക്കോട്ടോ ഉള്ള ഗാസയുടെ ജനങ്ങളുടെ നീക്കം എന്നത് ഇസ്രയേൽ പരിശോധനയോടുകൂടി മാത്രമേ ഇനി സാധ്യമാകുകയുള്ളൂ എന്ന ഒരു നില കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ഇസ്രയേൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. 16 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരുന്നത്. അത് ഒരു റെഫ്യൂജി ക്യാമ്പ് ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ആക്രമണത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വിവരം വരുന്നത്. നമുക്കറിയാം, ട്രംപ് പ്രഖ്യാപിച്ച 20 വ്യവസ്ഥകൾ അടങ്ങിയ സമാധാന ഉടമ്പടിയാണ് ഹമാസിന് മുന്നിൽ വെച്ചിരുന്നത്. അതിൽ തീരുമാനമെടുക്കാൻ ഹമാസിന് 72 മണിക്കൂറാണ് ട്രംപ് അനുവദിച്ചിരുന്ന സമയം. അതിനുള്ളിൽ തീരുമാനം പറഞ്ഞില്ല എങ്കിൽ, ഇതിൽ വിധേയപ്പെട്ടില്ല എങ്കിൽ തങ്ങൾ പണി തീർക്കും എന്ന ഒരു ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയം പോലും കാത്തു നിൽക്കുന്നില്ല ട്രംപും നെതന്യാഹുവും എന്ന് വേണം മനസ്സിലാക്കാൻ. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിലേക്ക് അവർ നടപടികൾ നീക്കിയിരിക്കുന്നു. അതിനുള്ള സൈനികമായിട്ടുള്ള നീക്കം തന്നെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരം. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഹമാസിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന വ്യവസ്ഥകളായിരുന്നില്ല ഈ ഇപ്പോൾ മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടിയിൽ പോലും ഉണ്ടായിരുന്നത്. അത് ഹമാസ് അംഗീകരിക്കുമെന്ന ഒരു പ്രതീക്ഷയും ലോകത്തിനില്ലായിരുന്നു. എങ്കിൽ പോലും അവർക്കുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉയർന്നു വരികയായിരുന്നു. ആ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ആയുധം താഴെ വെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം ലോകരാഷ്ട്രങ്ങൾ ഹമാസിനുമേൽ നടത്തിവരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു വലിയ സൈനിക നീക്കം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് സമാധാന വ്യവസ്ഥകളെ, സമാധാന ശ്രമങ്ങളെ തിരിച്ചടിക്കുമെന്ന് തന്നെയുള്ള ഒരു ആശങ്ക ഉയർന്നിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഘട്ടത്തിലാണ് ഇസ്രയേൽ ഖത്തറിന് നേരെ ആക്രമണം നടത്തുകയും ആ സമാധാന നീക്കങ്ങൾ, മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ തകിടം മറിയുകയും ചെയ്തത്. സമാനമായ നീക്കമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ ഇസ്രയേലിന്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഉടലെടുപ്പിച്ച ഒരു ഉടമ്പടി, സമാധാന ഉടമ്പടി എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അതിൽ താല്പര്യങ്ങൾ സംരക്ഷിച്ചത് മുഴുവൻ ഇസ്രയേലിൻ്റെതായിരുന്നു. അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോഴും അതിന് അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുകയും അവർ അതിലൊരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമാധാന നീക്കങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അതിൽ ഒരു വളരെ പ്രധാനമായിട്ടുള്ള 2-3 കാര്യങ്ങൾ എന്നത് ഗാസ ഒരിക്കലും പിടിച്ചടക്കില്ല എന്നുള്ള നീക്കമായിരുന്നു. ബന്ദികളെ വിട്ടയക്കുന്നത് ഉൾപ്പെടെയുള്ള ഉടമ്പടികളും വ്യവസ്ഥകളുമായിരുന്നു അതിൽ മുന്നോട്ട് വെച്ചിരുന്നത്. ജനങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതില്ല എന്നതായിരുന്നു ഏക ആശ്വാസമായിട്ടുള്ള കാര്യം. അവിടെയാണ് അതിന് തന്നെ തുരങ്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സൈനിക നീക്കം അവിടെ നടക്കുന്നത്. അതായത് ബാക്കിയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു, അല്ലാത്തവരെ ഭീകരരുടെ സഹായികളോ ഭീകരരോ ആയി കണക്കാക്കുമെന്ന് പറയുമ്പോൾ അവിടെ ആക്രമണം ശക്തമാക്കി ഗാസ പിടിച്ചടക്കാൻ തന്നെ ഈ സമയത്തിനുള്ളിൽ നീക്കം നടക്കുന്നു എന്നതാണ്. ഈ സമാധാന ഉടമ്പടി നടക്കുമ്പോൾ പോലും ഒരു തരത്തിലും യുദ്ധം നിർത്തിവെക്കുന്നു എന്നൊരു സൂചന ട്രംപോ നെതന്യാഹുവോ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമാക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ശരി രേണു ആണ് വിവരങ്ങൾ നൽകിയത്.